ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മല്ലു സീരീസ് ചാനൽ മിസ്റ്റർ ഇൻസോംനിയ വെയിറ്റിംഗ് ഫോർ ലവ് എന്ന് പറയുന്ന റീസെൻ്റായിട്ട് ഓൺഗോയിങ് ആയിട്ടുള്ളൊരു ഡ്രാമയാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഡ്രാമയുടെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിനും ഇൻസോംനിയയുടെ അസുഖമുണ്ട്. ഇൻസോംനിയ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ ഇവർ രണ്ടുപേരും ടച്ച് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും അറിയാതെ തന്നെ ഉറങ്ങിപ്പോവാണ്. സോ ഇങ്ങനെയുള്ള ഇവരുടെ ഒരു ലൈഫിൽ ഇവർ മീറ്റ് ചെയ്തതിന് ശേഷം ഇവരുടെ ലവ് സ്റ്റോറി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുള്ള ഡ്രാമയാണ് നമ്മുടെ മിസ്റ്റർ ഇൻസോംനിയ വെയിറ്റിംഗ് ഫോർ ലവ്. എന്നാൽ നമുക്ക് ഡ്രാമയിലേക്ക് കിടക്കാം. ഫസ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനായിട്ടുള്ള ലൂസിയാണ്. ലൂസി വന്ന് ഒരു വയലിനെല്ലാം വായിക്കുന്ന ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ ഇവളിങ്ങനെ നല്ല രീതിക്ക് വായിച്ച് ജഡ്ജ് എല്ലാം വന്ന് ഇമ്പ്രസ് ആയിക്കൊണ്ടിരിക്കുന്ന സീൻ. ആ ഒരു ടൈമിൽ വന്ന് ഇവൾക്ക് പെട്ടെന്നൊരു മയക്കം പോലെ വരികയാണ്. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ദൈവമേ, എൻ്റെ ഈ ഇൻസോംനിയ കാരണം ഞാൻ ഈ മയങ്ങി പിന്നെയും വീഴാൻ പോവുകയാണോ എന്ന് പറഞ്ഞിട്ട് ഇവൾ മയങ്ങി വീഴുകയാണ്. അപ്പോൾ ഇവൾ ആ കോമ്പറ്റീഷന് ഓട്ടോമാറ്റിക്കലി അവൾ ഔട്ട് ആവുകയും ചെയ്യുകയാണ്. ഇവൾ പുറത്ത് നിന്നിട്ട് നിരാശയായിട്ട് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ദൈവമേ, എനിക്ക് നെക്സ്റ്റ് വന്നൊരു ഓഡീഷനുണ്ട്, ഇത് മാത്രമാണ് എൻ്റെ ഒരു ലാസ്റ്റ് ചാൻസ്. എങ്ങനെയെങ്കിലും എൻ്റെ ഈ ഇൻസോംനിയ മാറ്റിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ആ ഓഡീഷനിൽ പങ്കെടുക്കും, ഇതുപോലെ തന്നെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് ഇവളൊരു ഒരു കമ്പനിയുടെ കെവിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വോളണ്ടിയർ റിക്രൂട്ട്മെൻറ്റ് കാണും. വേറൊന്നുമല്ല, ഇൻസോംനിയുള്ള 20 പേരെ അവർ അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു 20 പേരെ വെച്ചിട്ട് ഇവർക്കൊരു ഒരു മെഡിസിൻ ഡെവലപ്പ് ചെയ്യുന്നത് 20 പേരുടെ മേലും അവർക്ക് പരീക്ഷിച്ചു നോക്കാനാണ്. അതിന് നമ്മൾ പേര് കൊടുക്കണം. അപ്പോൾ നമ്മൾ ലൂസി വിചാരിക്കുകയാണ്, എന്നാൽ ഞാൻ പേര് കൊടുക്കുക, എനിക്ക് ഇൻസോംനിയ എങ്ങനെയെങ്കിലും മാറിക്കിട്ടിയാൽ മതിയെന്ന്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണ്. ഹീറോൻ്റെ പേരാണ് ഞാൻ വന്ന് ഒരു കെവിൻ എന്ന് പറഞ്ഞില്ല ഇപ്പോൾ കമ്പനി, ആ കമ്പനിയുടെ CEO ആണ് ഞാൻ വന്നൊരു ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോൾ അവൻ സൺഗ്ലാസ് ഒക്കെ നല്ല സ്റ്റൈലായിട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ അസിസ്റ്റൻറ്റും നിൽപ്പുണ്ട്. ഇറങ്ങി വന്നതിന് ശേഷം ഇവൻ എന്തായി കാര്യങ്ങളെന്ന് ചോദിച്ചിട്ട് സൺഗ്ലാസ് ഊരുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ ഈ ആനിനും ഈ ഇൻസോംനിയയുടെ അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണിൻ്റെ അടിയെല്ലാം കറുത്ത് കിടക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, വേഗം എനിക്ക് മേക്കപ്പ് ഇട്ടതാന്ന് പറഞ്ഞിട്ട് ആ ലേഡിയെ കൊണ്ട് കണ്ണിൻ്റെ അടിയിൽ മേക്കപ്പ് ഇട്ടിട്ട് ഇവനൊരു ഗ്ലാസ് വെച്ചിട്ട് അസിസ്റ്റൻ്റ് അടുത്ത് ചോദിക്കണം, എന്തുവായി, ആളെല്ലാം ആയോ എന്ന് ചോദിക്കുവാണ്. എനിക്കും ഒരു സീറ്റ് അതിൽ ബുക്ക് ചെയ്യണം. ഈ വോളണ്ടിയർ റിക്രൂട്ട്മെൻറ്റ് ഇവൻ്റെ തന്നെ കമ്പനിയിൽ ഇവന് തന്നെ ബുക്ക് ചെയ്യണമെന്ന് അസിസ്റ്റൻ്റ് അടുത്ത് പറയാം. എന്നിട്ട് വേറെ കാര്യമുണ്ട്, ഇവൻ്റെ കമ്പനി വന്ന് ഈ ഉറക്കത്തിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റുന്നൊരു കമ്പനി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ CEOയ്ക്ക് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രോബ്ലമായിട്ട് മാറും. അതുകൊണ്ടാണ് ഇവനിത് ആരും അറിയാതെ രഹസ്യമാക്കാൻ നോക്കുന്നത്. മാത്രമല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അസിസ്റ്റൻറ്റ് പറയും, ഓൾറെഡി 20 അപ്ലിക്കൻ്റ് ആയി, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഞാൻ പറയും, അതിങ്ങതാ ആപ്ലിക്കേഷൻ ഫോം ഇതാ, ഞാൻ ഇതിലൊരാളെ ഞാൻ എലിമിനേറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവൻ ഈ പേപ്പർ കയ്യിൽ കിട്ടിയത് ഇങ്ങനെ ആക്കുന്ന സമയത്ത് അതിൽ ഒരു പേപ്പർ മാത്രം പുറത്തു പോകും. അത് പറയും, ആ പോയ ആളുടെ ഇത് എലിമിനേറ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ അങ്ങ് എടുത്തോളാൻ പറയും. വേറെ ഒന്നുമല്ല, അത് നേരെ ആ വലിയൊരു ഇതല്ലേ, ബിൽഡിങ്ങിൻ്റെ വണ്ടിയെന്നല്ലേ പറന്നു പോകുന്നത്. അത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൂസിയുടെ ആപ്ലിക്കേഷൻ പോകാം. ലൂസി ആണെങ്കിൽ അവിടെ കറക്റ്റ് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം വന്നു. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ കൂടിയാണ് നമ്മുടെ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ലൂസി ഇവിടെ ഒരു ടാക്സിയിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് കറക്റ്റ് ഇവളുടെ മുഖത്താണ് വന്ന് വീഴുന്നത്, ഈ ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ലൂസി വിചാരിക്കും, ദൈവമേ, എൻ്റെ ആപ്ലിക്കേഷൻ ഫോം എന്നാൽ മേലെ നിന്ന് വന്ന് എൻ്റെ മുഖത്ത് വീണേ, എന്തുവായാലും ചോദിച്ച് കളയാമെന്നും പറഞ്ഞ് അവളങ്ങ് പോവാണ്. ഇത് സമയം കാണിക്കണം, അകത്ത് നമ്മുടെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ യാൻ്റെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അവൻ ഇതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും എല്ലാം അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താ, ആ കാര്യങ്ങളെല്ലാം പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ലൂസി ഓടി വന്ന് അവിടെയുള്ള സെക്യൂരിറ്റീസിൻ്റെ അടുത്ത് പറയുവാണ്, ഞാനും കൊണ്ട് ഇതിൽ എൻ്റെ ആപ്ലിക്കേഷൻ ഫോം കണ്ട എനിക്ക് കയറ്റി വിടാൻ പറയുന്ന സമയത്ത് സോറി, നിങ്ങളെ എലിമിനേറ്റ് ചെയ്തെന്ന് ആ സെക്യൂരിറ്റീസ് പറയുവാണ്. അത് കഴിഞ്ഞ് ഇതേ സമയം നമ്മുടെ ഹീറോ ആയിട്ടുള്ള വന്ന് ബനാന 3 എന്നാണ് ആ ഒരു ഗുളികയുടെ പേര്, മീൻസ് ആ ഉറക്കം വരാനുള്ള ഗുളികയുടെ പേര്, അതെല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുവാണ്. ഇതേ സമയം നമ്മുടെ ഈ ലൂസി പറയുവാണ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കയറ്റി വിട്, എനിക്ക് അത്രയും ഇൻസോംനിയയുടെ അസുഖമുണ്ട്, എനിക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ല, എനിക്കിത് അത്രയും അത്യാവശ്യം എന്ന് പറയുന്ന സമയത്ത് അവളുടെ സെക്യൂരിറ്റീസ് പറയും, നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണെങ്കിൽ മേലെ ഈ സ്പീച്ച് എല്ലാം പറഞ്ഞിട്ട് നമ്മുടെ CEO പോകുന്നുണ്ട്, അയാളെ പോയി കണ്ട് സംസാരിച്ച് എങ്ങനെയും ഓക്കെ ആക്കാൻ പറയും. അപ്പോൾ ലൂസി അങ്ങോട്ട് ഓടുവാണ്. ഇതേ സമയം നമ്മുടെ ഞാനാണെങ്കിൽ അവിടെ നിന്നിട്ട് ആ ബിൽഡിങ്ങിൻ്റെ അറ്റത്ത് അവൻ ചെന്ന് നിൽക്കുന്നതെന്ന് ഓർക്കണം കേട്ടോ. അറ്റത്ത് ചെന്ന് നിന്നിട്ട് അവനിങ്ങനെ പറയുവാണ്, ദൈവം, ഇന്നെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ ബനാന 3 എന്ന് പറയുന്ന ക്യാപ്സ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലായിരുന്നോ, അതിലൊരെണ്ണം എടുത്ത് കഴിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്ന പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ലൂസി കയറിയിരുന്നത്. ലൂസി വിചാരിക്കും ഇവനങ്ങാണ്ട് സൂസൈഡ് ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കും. ഈ സമയത്ത് ഈ ഗുളിക കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് ക്യാപ്സ്യൂളിൻ്റെ പെട്ടി ആ ഒരു ഗ്ലാസിൻ്റെ റൂഫിക്ക് വീഴുവേ. അപ്പോൾ അത് എടുക്കാനും നോക്കുമ്പോൾ ഇവൾ കൺഫേം ചെയ്യും ഇവൻ സൂസൈഡ് ചെയ്യാൻ തന്നെ നോക്കുവാണ്. ഇവനെ പോയി രക്ഷിക്കണം എന്നുള്ള പേരിൽ ഇവനെ പിടിച്ച് ഇവളിങ്ങോട്ട്
തട്ടിയിടുവാണ്. തട്ടിയിടുന്ന സമയത്ത് ഇവർ കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഇവർ രണ്ടുപേരും ഉറങ്ങി അവിടെ തന്നെ ഉറങ്ങി വീഴുവാണ്. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ലൂസി എണീറ്റ് നോക്കുമ്പോൾ എന്തുവാ, ഇവൻ ഉറങ്ങുന്നുണ്ട്, ഇവൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ദൈവമേ, ഞാൻ ഇന്നലെ നല്ല വൃത്തിയായിട്ട് ഉറങ്ങിയല്ലേ, അതെങ്ങനെ സംഭവിച്ചു? ഇനി ചിലപ്പോഴേ ഉറക്കം ദേവതയുടെ അടുത്ത് ഇന്നലെ പ്രാർത്ഥിച്ചില്ലായിരുന്നോ, അതുകൊണ്ടായിരിക്കും ഞാൻ ഉറങ്ങിയെന്നും പറഞ്ഞ് അവൾ ഇതാക്കുക. ആ സമയത്ത് എന്താ പറയുന്നത്, നമ്മുടെ ഈ ആൻ്റെ ഫോണിലൊരു കോൾ വരും. അപ്പോൾ ഇവളത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ അസിസ്റ്റൻ്റാണ് സംസാരിക്കുന്നത്. അപ്പോൾ അസിസ്റ്റൻ്റ് ചോദിക്കും നീ ആരാടെന്ന് ചോദിക്കുന്ന സമയത്ത് പറയാം അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, എന്തായാലും ഇന്ന ആൾ ഈ റൂഫ് ടോപ്പിലുണ്ട്, വന്ന് പിക്ക് ചെയ്തിട്ട് പൊക്കോളാൻ പറയും. വേറെ ആരുമില്ല, നമ്മുടെ യാനിനെയായി പറയുന്നത്. എന്നിട്ട് നോക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ആലോചിക്കുകയെ, ദൈവമേ പോകാൻ നിൽക്കുമ്പോൾ ഇവൾക്കൊരു ടെൻഷൻ, ഇനി ഇവൻ ഒന്നും കൂടി സൂസൈഡ് ചെയ്യാൻ നോക്കി എന്തോ ചെയ്യും. അതുകൊണ്ട് ഇവൻ്റെ കാല് തൊട്ട് തല വരെയുള്ള ഭാഗത്ത് മൊത്തം ഇങ്ങനെ കയറ് ചുറ്റി കെട്ടി വെച്ചിട്ട് ഇവൾ അവിടെ നിന്ന് പോവാണ്. വേറെ ഒന്നുമല്ല, ഇവൾക്ക് അന്നൊരു ഇൻസോംനിയ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഇവളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ളൊരു ചെറുക്കുണ്ട്, അവൻ്റെ പേരാണ്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരാണ് ചീസു എന്ന് പറയുന്നത്. അത് ഒരു എന്താ പറയുന്നത്, അവനും ഒരു ഇവിടെ ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യും, ഇവളൊരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യും. അവൾ പറയാം ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്ത് തരാം, കഴുകാനൊക്കെ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞ സമയത്ത് ഇവൻ പറയും അയ്യോ മോളെ നീ വൃത്തിയാക്കണ്ട, നിൻ്റെ സ്വഭാവം എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം, നീ ഇന്നലെ ഒന്നും ഉറങ്ങാതെ വന്നിട്ട് വൃത്തിയാക്കിയിട്ടേ ലാസ്റ്റ് ഗ്ലാസ് എല്ലാം എടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞാലേ പിന്നെ എനിക്കാ പ്രശ്നം എന്ന് പറയും. അപ്പോൾ ലൂസി പറയും നീ ഒന്ന് വിശ്വസിക്കും, ഞാൻ ഇന്നലെ രാത്രി എന്തോ ചെയ്യുന്നറിയാം, ഞാൻ നല്ലപോലെ ഉറങ്ങി, കൂടുതൽ ഉറങ്ങി എന്ന് വേണം പറയാം. അപ്പോൾ ഇവൻ പറയും നീ തള്ളാതെ പോയ എവിടെ നിന്ന് പറയും. അപ്പോൾ ലൂസി പറയും ഞാൻ മിനിഞ്ഞാന്ന് ഉറക്കദേവതയുടെ അടുത്ത് കുറേ പ്രാർത്ഥിച്ചായിരുന്നു, അവരെനിക്ക് അനുഗ്രഹം തന്നെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഓരോ കോമഡി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഇത് കഴിഞ്ഞിട്ട് കാറിൽ വന്ന് എന്താ പറയുന്നത് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഞാനും കൂടി പോകുന്ന സമയത്ത് ഞാൻ പറയുകയാണ് ഞാൻ നല്ലപോലെ ഇന്നലെ ഉറങ്ങി, ഈ ബനാന 3 ക്യാപ്സ്യൂൾ എനിക്ക് നല്ലപോലെ വർക്ക് ചെയ്യുന്നതെന്നാണ് തോന്നുന്നതെന്ന് പറയുന്ന സമയത്ത് അസിസ്റ്റൻറ്റ് പറയും എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇനി സൺഗ്ലാസസ് വേണ്ടാതെ എനിക്ക് തരുമെന്ന് ചോദിച്ചിട്ട് ഇവരത് അടിച്ചു മാറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് കാണുവാണ് നമ്മുടെ എന്താ പറയുന്നത് ലൂസി ആണെങ്കിൽ ഉറക്കദേവത്തേക്ക് കുറേ ചോക്ലേറ്റ് വെച്ചിട്ട് പറയുകയാണ് ഇന്നും എനിക്ക് ഉറക്കം തന്നെ എന്ന് പറഞ്ഞിട്ട് ഇവൾ അവരുടെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാക്കി ദൈവം ഇന്നും ഞാൻ നല്ല വൃത്തിയായിട്ട് ഉറങ്ങും, എൻ്റെ അസുഖമെല്ലാം മാറിയെന്ന് പറഞ്ഞിട്ട് ഇവൾ ഇങ്ങനെ കിടക്കാനായി തയ്യാറാവും. ഇതേ സമയത്ത് നമ്മുടെ ഞാനാണെങ്കിൽ വിചാരിക്കണം ദൈവം ഈ ബനാന 3 ക്യാപ്സ്യൂൾ കിട്ടിയതിന് ശേഷം എനിക്ക് ഹാപ്പിയാണ്, എനിക്ക് ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട്, അവനും ഗുളികയിടുക. എന്ന് നോക്കുമ്പോൾ രണ്ടുപേരും എന്താ പറയുന്നത് കിടക്കുക കേട്ടോ, ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് കിടക്കുവാണ്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ അസിസ്റ്റൻറ്റ് വന്ന് നമ്മുടെ എന്താ പറയുന്നത് യാനെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ ഇവനിങ്ങനെ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് അസിസ്റ്റൻ്റ് പറയും ഇന്നലെ നല്ല വൃത്തിയായിട്ട് ഉറങ്ങിയെന്ന് തോന്നുന്നില്ല, വാ നമുക്കെന്നാൽ പോവാന്ന് പറയണം. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ യാൻ തിരിയുവാണ്, എന്തുവാ അവൻ്റെ കണ്ണിൻ്റെ അടി മൊത്തം ഉറങ്ങാതിരുന്ന് കറുത്തിരിക്കുന്നു. എന്നിട്ട് പറയണേ എൻ്റെ സൺഗ്ലാസസ് എങ്ങ് തന്നോ, അതില്ലാതെ ഇനി പറ്റത്തില്ലെന്നാണ് പറയുന്നത് പറഞ്ഞിട്ട് അസിസ്റ്റൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുവാണ്. നമ്മുടെ ലൂസിയുടെ അവസ്ഥയും പറയണ്ടല്ലോ, അവളും ഇതേ അവസ്ഥയിൽ. അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ ഇന്ന് എന്തുമായാലും ആ ഒരു ഇതിന് റിക്രൂട്ട്മെൻറ്റിന് പോയേ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കെർവിൻ കമ്പനിയിൽ ഈ ഉറക്കത്തിൻ്റെ ആ ഒരു പരീക്ഷണം നടത്തുന്നത് അവരുടെ റിസോർട്ടിൽ കൊണ്ടുപോയി തങ്ങിയിട്ടാണ്. അപ്പോൾ ഇന്നാണ് ഇവരിവിടുന്ന് ഒരു വണ്ടിക്കകത്ത് ഇവിടെ നിന്നുള്ള എല്ലാ ഈ വോളണ്ടിയേഴ്സും പോകുന്നത്. അപ്പോൾ ഇത് ആർക്കറിയാം, നമ്മൾ ലൂസിക്ക് അറിയാം. അപ്പോൾ ലൂസി പറയുകയാണ് ഞാൻ എങ്ങനെയെങ്കിലും കയറി പറ്റിയേ പറ്റത്തുള്ളൂ, എനിക്ക് ഈ അസുഖം മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ലൂസി അതിന് വേണ്ടി റെഡിയാവണം. ഇതേ സമയം നമ്മുടെ എന്താ പറയുന്നത് ഞാൻ റെഡിയായി കഴിയുന്ന സമയത്ത് ഇവൻ്റെ കയ്യിലൊരു വൈറ്റ് കയ്യിൻ്റെ ഞരമ്പ് മുറിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ കെട്ടും അതുപോലെ ആ ഒരു പോർഷനിൽ വന്ന് കെട്ടിയിട്ടുണ്ട്, ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് ചോദിക്കുന്നത് എന്താ സംഭവം എന്ന് ചോദിക്കുന്ന സമയത്ത് പറയും ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും ഉറക്കം കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സ്വെറ്റർ തുന്നാനായിട്ടിരുന്നു. അവ സ്വെറ്റർ തിന്നുന്നതാണെങ്കിൽ അത്രയും ദേഷ്യത്തിൽ അവൻ തുന്നുന്നത് എന്നുവെച്ചാൽ ഉറക്കം കിട്ടുന്നില്ല ആ ദേഷ്യത്തിൽ. ആ സമയത്ത് ഇവൻ്റെ കയ്യിൻ്റെ റിസ്റ്റ് കട്ടായിട്ട് ഇങ്ങനെ ബാൻഡേജ് ഇട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അസിസ്റ്റൻറ്റ് ചോദിക്കുന്നത് നിങ്ങൾ ഈ കൊല്ലത്തിൽ പോയാൽ നിങ്ങൾ മനസ്സിലായാലും CEO എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ യാൻ വന്നിട്ട് നമ്മുടെ അസിസ്റ്റൻ്റ് കോട്ടിലേക്ക് ഒരു നോട്ടം. അപ്പോൾ അസിസ്റ്റൻ്റ് മനസ്സിലായി അവൻ്റെ കോട്ട് അങ്ങോട്ട് കൊടുക്കാനാണ്. അപ്പോൾ അസിസ്റ്റൻ്റ് അവൻ്റെ കോട്ട് ഊരി നമ്മുടെ എന്താ പറയുന്നത് യാൻ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ബസ്സിൽ എല്ലാവരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് ലൂസിയും വന്ന് അവിടെ റെഡി ആയിട്ട് വന്നിപ്പോണ്ട്. പക്ഷെ അവൾക്ക് ഇങ്ങനെ കയറണം, പക്ഷെ അവളാണെങ്കിൽ അവൾ ലുക്കെല്ലാം മാറ്റി കേട്ടോ, കാരണം ഇച്ചിരി സ്റ്റൈലൊക്കെ ആയി, കാരണം അവൾ ഇച്ചിരി സ്ട്രോങ് വിമണായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സ്റ്റൈലായിട്ട് വന്നിട്ടുള്ളത്. എന്നില്ല അവൾ ആരും അറിയാതെ സർട്ടിഫിക്കറ്റ് ഒന്നും കാണിക്കാതെ കയറാൻ നിൽക്കും കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക സെക്യൂരിറ്റി പിടിക്കും, വേറെ ആരുമല്ല ഇന്നലെ അവളോട് സംസാരിച്ച സെക്യൂരിറ്റിയാണ്. അവളാണെങ്കിൽ എന്നിട്ട് നോക്കുമ്പോൾ ബസ്സിൽ കയറുന്നുണ്ട്, വേറെ ഒന്നുമില്ല ആ സെക്യൂരിറ്റിക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടാണ് നമ്മുടെ ലൂസി അങ്ങ് ബസ്സിനകത്ത് കയറിയിട്ടുള്ളത്. അവളങ്ങ് കയറി നോക്കുന്ന സമയത്ത് എന്താ പറയുന്നത് എവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരാൾ മുഖത്ത് ഇങ്ങനെ തുണി ഇട്ടിരിപ്പുണ്ട്. അത് വേറെ ആരുമല്ല നമ്മുടെ യാനാണ്. അവളെ കൈ തട്ടിയാൽ തുണി താഴെ വീഴുമ്പോൾ അവൾ എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് നമ്മൾ യാനിനെ കാണുന്നത്. അപ്പോൾ അവൾക്ക് ഇന്നലെ സൂസൈഡ് ചെയ്യാൻ നിന്ന കാര്യം എല്ലാം ഓർമ്മ വരും. അപ്പോൾ അവൾ ആലോചിക്കും ദൈവമേ ഇവനല്ലേ CEO, ഇവനും ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാക്കി, നിങ്ങളല്ലേ CEO എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളെ എന്താ പറയുക ഞാൻ മുഖമൊക്കെ മറച്ചിട്ട് അല്ലല്ല ഞാനൊന്നും വരെ നിങ്ങൾക്ക് തോന്നിയതെന്ന് പറഞ്ഞിട്ട് മുഖം ഇങ്ങനെ മറച്ച പോലെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ, അവൾ കാണാതിരിക്കുക.
എന്നിട്ട് എന്താ പറയുന്നത്, നമ്മൾ എല്ലാവരും പറയുന്ന ബസ് എടുക്കാൻ പോകും, എല്ലാവരും ഇരിക്കാൻ പറയുന്ന സമയത്ത് വേറെ ഒരു സീറ്റും കാണത്തില്ല. അപ്പോൾ നമ്മുടെ ലൂസിക്ക് വേറെ വഴിയില്ലല്ലോ. ലൂസി വന്ന് യാൻ്റെ അടുത്ത് തന്നെ കയറിയിരിക്കുകയാണ്. അവിടെ കയറിയിരുന്ന് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, അവൾ വിചാരിക്കും എന്തുമായാലും ഇവൻ സൂസൈഡ് ചെയ്യാൻ പ്ലാനില്ല, ഇവൻ എന്തെങ്കിലും ചെയ്താൽ ഇവനെ പറഞ്ഞ് മനസ്സെങ്ങാനും ശരിയാക്കി എടുക്കാമെന്ന് വെച്ചിട്ട് ഇവളങ്ങ് സംസാരിക്കാൻ തയ്യാറാവുകയാണ്. പക്ഷേ ഇവളിങ്ങനെ വളവള സംസാരിക്കുമ്പോൾ നമ്മുടെ യാന മനസ്സിൽ ഈ പെണ്ണിങ്ങനെ വായടച്ചൊന്നിരിക്കത്തില്ല, 24 മണിക്കൂർ ഇങ്ങനെ ബ്ലാ 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 എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഇവൻ്റെ മനസ്സിൽ. അപ്പം ഇവൻ വിചാരിക്കും ഇങ്ങനെയൊന്നും ചെയ്താൽ ശരിയാവത്തില്ല എന്ന് വെച്ചാൽ ലൂസി പറയും ശരി എന്നാൽ നമുക്കൊരു ഗെയിം കളിക്കാം എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ തുടങ്ങും. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, ഇത് ഞാൻ പറയും വേണ്ട എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ സമയത്ത് പറയും എന്നാൽ ഈ ഗെയിം കളിക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ സംസാരിക്കണം വേണ്ടതെന്ന് തീരുമാനിക്കാൻ പറയുമ്പോൾ ഞാൻ പറയും ശരി എന്ന് പറയും. എന്നിട്ട് അവളിങ്ങനെ എന്താ പറയുന്നത് കൈ ഇങ്ങനെ ഇതാക്കിയിട്ട് കാണിച്ചു കൊടുക്കും, ഇത് എന്ത് സംഭവം എന്ന് പറഞ്ഞിട്ട് ഇതിൽ തൊട്, ഇതിൽ ഒരെണ്ണം തൊട്, ഇതിൽ നടുവേരിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇവൻ ഇത് തൊടാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവർ കറക്റ്റ് ബ്രേക്ക് ഇടുന്ന സമയത്ത് ഇവർ രണ്ടുപേരുടെയും കൈ തമ്മിലങ്ങ് കോർക്കുവാണ്. ആ സമയത്ത് കറക്റ്റ് രണ്ടുപേരും ഞങ്ങൾക്ക് ഉറക്കം വരുന്നെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങ് ഉറങ്ങിപ്പോവാണ്. അത് കഴിഞ്ഞ് അവർ സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ ലൂസി ഇരുന്ന് ഉറക്കം തന്നെ. പക്ഷേ ഞാൻ കറക്റ്റ് ആ എത്തുന്ന സമയത്ത് എണീക്കും. അവൻ വിചാരിക്കും ഇവളെ വിളിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ആകെ 20 പേർക്കുള്ള ഇതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങ് ആദ്യം പോവാം, ഇവൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ രക്ഷപ്പെടും. കുറച്ച് കഴിയുമ്പോൾ ലൂസി എണീറ്റ് പോകും. അപ്പോൾ ഞാൻ നേരെ വിളിക്കുവാണ്, ഇവരുടെ മറ്റേ സയൻറ്റിസ്റ്റിനെ വിളിച്ച് ചോദിക്കുവാണ് ഈ ബനാന 3 കഴിച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ടാണ് എഫക്റ്റ് വരുന്നത്, എനിക്ക് ഡിലേഡ് ആയിട്ടുള്ള എഫക്റ്റ് വന്നിരിക്കുന്നതെന്നെല്ലാം വിളിച്ച് ചോദിക്കുവാണ്. അപ്പോൾ അവർ പറയണത് ഞങ്ങൾ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതിനെപ്പറ്റി കൺഫേം ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഇതേ സമയം എല്ലാവരും അവരവർക്കുള്ള റിസോർട്ടിൽ റൂം നമ്പർ എല്ലാം വാങ്ങിച്ചു നിൽക്കും. അപ്പോൾ ലൂസി ദൈവമേ പണി കിട്ടി, കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, അപ്പോൾ അവൾക്ക് റൂം നമ്പർ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അയ്യോ പണി കിട്ടിയെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു പെങ്കൊച്ചായിട്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും റൂം അവരുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഞാൻ വന്ന് ആരോടോ ഫോണിലിങ്ങനെ സംസാരിച്ച് പോകുന്നു. അപ്പോൾ അവൾ കേൾക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്ന് കഴിച്ചാൽ ലേറ്റ് ആവുമോ, എഫക്റ്റ് ലേറ്റ് ആവുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവൾ വിചാരിക്കും വിഷം എങ്ങാണ്ട് വാങ്ങിച്ച് കുടിക്കാനുള്ള പരിപാടിക്കാണ്. അപ്പോൾ ഇവള് വന്ന് ഇവൻ്റെ പിന്നാലെ അങ്ങ് പോകട്ടെ. അപ്പോൾ ഇവൻ ലിഫ്റ്റ് കയറി പോകുമ്പോൾ എന്താ പറയുന്നത് 3ാമത്തെ നിലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇവള് നോക്കുന്ന സമയത്ത് 3ാമത്തെ നില സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ ഇവള് വിചാരിക്കും ദൈവമേ ഇവൻ വിഷം കഴിച്ചിട്ട് മുങ്ങിച്ചാവാളെ പരിപാടിക്കാന്ന് തോന്നുന്നു, ഇവനെ പോയി രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവള് പോകണം. ഇതേ സമയം എന്താ പറയുന്നത് ഞാൻ വന്ന് അവിടെ ഇരുന്നിട്ട് ഈ മെഡിസിൻ്റെ കാര്യങ്ങളെല്ലാം ആലോചിക്കും, ദൈവമേ ഈ മെഡിസിനെ ഭയങ്കരമായിട്ട് നേരെ ഇതാക്കുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്ത് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഈ വന്ന് നോക്കുന്നത് നമ്മുടെ ലൂസി വിചാരിക്കും ദൈവമേ ഇവൻ താണ്ടി ഇറങ്ങി പോകുന്നു ചാവാള പരിപാടി തന്നെ. അപ്പോൾ ഇവനെ രക്ഷിക്കാനായിട്ട് ഇവള് ചെന്നിട്ട് അവൻ്റെ കൈ പിടിക്കും. അപ്പോൾ ഇവൻ ചോദിക്കും നീ എന്താ ഇവിടെ എന്ന് ചോദിക്കും. അപ്പോൾ ഇവളും ചോദിക്കും നീ എന്താ ഇവിടെ എന്ന് ചോദിക്കും. അപ്പോൾ ഇവനെ കൈ പിടിക്കുന്ന സമയത്ത് 2 പേർക്കും ഉറക്കം വരും. അപ്പോൾ നമ്മുടെ ലൂസി പറയാം ദൈവമേ എനിക്ക് ഉറക്കം വരുന്നു, ഇവിടെ വെച്ച് ഉറങ്ങിയാൽ ശരിയാവത്തില്ല, നമ്മുടെ ഞാനും പറയും ദൈവമേ എനിക്ക് ഉറക്കം വരുന്നു, ഇവിടെ വെച്ച് ഉറങ്ങിയാൽ ശരിയാവില്ല, കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിന്ന് ഇവർ ഉറങ്ങാൻ പോകുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊരു ന്യൂ ഡ്രാമയാണ്, സോ സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.